അങ്ങനെ ഒരു 4 മണിയാകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം പകലൊന്നും പ്രത്യേകിച്ച് യാതൊരു അനക്കവും ബഹളമൊന്നുമില്ല. വൈകിട്ട് പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 6:30 വരെ അവർ കാണും. ആ സമയം കുറച്ചൊന്ന് ആക്റ്റീവ് ആയിരിക്കും. പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു സിനിമ ഇടുക, എന്നിട്ട് നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പണ്ടുണ്ടല്ലോ കല്യാണത്തിന് മുന്നേ എന്തെങ്കിലും പണി ചെയ്യാൻ അമ്മ പറയുമല്ലോ, പാത്രം കഴുകി വെക്കുക അല്ലെങ്കിൽ മുറ്റം തൂക്കുക എന്നൊക്കെ. പാത്രം കഴുകി വെക്കാൻ പറയും പാത്രം കഴുകി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, വേറെ എന്തെങ്കിലും പറയാം, അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. തുണി മടക്കി വെക്കാൻ പറഞ്ഞാൽ ഇതേ ഡയലോഗ് തന്നെ പറയും. ചുരുക്കി പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇത് തന്നെ പറയുക, എനിക്കിത് ഇഷ്ടമല്ല, അമ്മ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാം. മുറ്റം തൂക്കാൻ പറയുമ്പോൾ സ്ഥിരം പറഞ്ഞ ഡയലോഗ്, എന്നെ മുറ്റില്ലാതെ വീട്ടിൽ കെട്ടിച്ചാൽ മതി, എനിക്ക് മുറ്റം തൂക്കുന്നത് ഇഷ്ടമല്ല. എല്ലാം ചുരുക്കി പറഞ്ഞാൽ എന്ത് പണി പറഞ്ഞാലും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ചെയ്തേ പറ്റുള്ളൂ. മുറ്റം തൂക്കണ്ട, അത് വേറെ സത്യം. എന്നാലും ബാക്കി എല്ലാ ജോലികളും ചെയ്തേ പറ്റും. അന്നൊക്കെ പറയുമായിരുന്നു, നീ എവിടെയും പോയി എങ്ങനെ ജീവിക്കുമെന്ന്. എവിടെ പോയാലും നമ്മൾ ജീവിക്കുന്നു. അത് ഞാൻ ശരിക്കും പഠിച്ച ഇവിടെ യു എയിൽ വന്ന ശേഷം കേട്ടോ. എവിടെ ആണെങ്കിൽ ഇപ്പം ഞാനും മോനുമായിരിക്കും കൂടുതലും, മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ മാത്രമേ കാണുള്ളൂ. ഇപ്പം എനിക്കൊരു ജോലിയിൽ അത്യാവശ്യം വന്നാൽ എനിക്ക് മോനെയും കൊണ്ട് പോയേ പറ്റുള്ളൂ. അവനാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഫുൾ ടൈം അവൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ, ഇതെല്ലാം ഫുള്ളി ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകും. അപ്പം വെറുതെയാണ് കല്യാണത്തിന് മുന്നേ ജോലി ചെയ്തില്ല എന്ന് വെച്ചാൽ കല്യാണത്തിന് ശേഷം എങ്ങനെ ജീവിക്കും എന്ന പാരൻസിൻ്റെ ക്വസ്റ്റ്യൻ വെറുതെയാണ് കേട്ടോ. എങ്ങനെയായാലും നമ്മൾ ജീവിക്കും. 10 ദിവസം നമ്മൾ ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു ചെറിയ പേടിയും ടെൻഷനൊക്കെ കാണും. എങ്ങനെ നമ്മൾ ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെയുള്ള വെപ്രാളമൊക്കെ കാണും. ആദ്യമൊക്കെ എനിക്കും അതുണ്ടായിരുന്നു. യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു പാചകവും വരെയും. അതിനുശേഷം പിന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു. 10 ദിവസം ഒരേ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം അതൊരു പ്രാക്ടീസ് ആവും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണം ഇവിടെ വന്ന് റിയൽ ലൈഫിലൂടെ ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് കേട്ടോ. സോ ആ ധൈര്യമുണ്ട്. ഹസ്ബൻഡിലാണെങ്കിലും വീക്കെൻഡ്സിൽ മാത്രമേ എന്തെങ്കിലും അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാനാണെങ്കിലും കിട്ടാറുള്ളൂ. അപ്പം എല്ലാം നമ്മൾ തനിയെ അങ്ങോട്ട് മാനേജ് ചെയ്യുക, അതിനുള്ളൊരു ധൈര്യം, അതൊരു എന്തായാലും അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതും ഒരു സ്ട്രെങ്ത് ആണെന്ന് അങ്ങോട്ട് വിശ്വസിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവുക. പിന്നത്തെ ഒരു മെയിൻ ടാസ്ക് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് കാര്യം, എന്ത് ജോലിയിൽ എന്ത് പ്രഷർ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാം. വീട്ടിൽ നമ്മൾ സമയത്തിന് എന്ത് കുക്ക് ചെയ്യും എന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ പേരൻസ് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഇപ്പോഴാണേലും പേരൻസ് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, എന്തുണ്ടാക്കാനാ, 2 പേർക്കായിട്ട് എന്തുണ്ടാക്കാനാ, അല്ലെങ്കിൽ ഒരാൾക്കായിട്ട് എന്തുണ്ടാക്കാനാ. അതേ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാനും ഫേസ് ചെയ്യുന്നത്. എന്തായാലും സിദ്ധുവിന് ഒരു മെനു സിദ്ധു സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അവന് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കാര്യമാണ് അധികം എരിയില്ലാത്ത പൊട്ടറ്റോ കറിയും ചപ്പാത്തിയും പൂരിയും ഒക്കെ. അപ്പം അതുകൊണ്ട് പിന്നെ അവനത് മെനു പറയുമ്പം വലിയ പ്രശ്നമില്ലാതെ അതങ്ങോട്ട് സോൾവായി പൊക്കോളും. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഉരുളക്കിഴങ്ങ് കറി തന്നെ എടുക്കാം, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാകുമ്പോൾ അധികം എരിയില്ലാതെ അവനത് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഉള്ളിയൊക്കെ അരിഞ്ഞ് സവോള അരിഞ്ഞ് ആദ്യം ഉള്ളി വഴറ്റി കടുക് പൊട്ടിച്ചു, ഉള്ളി വഴറ്റി ഉള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റി അതിനുശേഷം ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്ത് പൊട്ടറ്റോയും ഇട്ടു. ആ സമയം കൊണ്ട് ചപ്പാത്തിയുടെ മാവും ഒക്കെ കുഴച്ച് വെച്ച് ജസ്റ്റ് പൊടികളൊക്കെ ആഡ് ചെയ്ത് മല്ലിപ്പൊടിയും മസാല, ഞാനാണെങ്കിൽ എനിക്ക് ഈ നമ്മുടെ ഗരം മസാല പോലെ തന്നെ എത്ര കൂടി ഇഷ്ടമാണ് അതിൽ ചിക്കൻ മസാലയുടെ ഒരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ വരുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ആഡ് ചെയ്തത്. അതിനുശേഷം ഒരു സൈഡിൽ വെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽപ്പൊടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് സെറ്റായി മസാലയൊക്കെ നന്നായിട്ട് ചൂടായപ്പോൾ ജസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു കറി സെറ്റായി. അപ്പം അവന് മുട്ട അതിനകത്ത് ഞാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ മുട്ട നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കറി അവിടെ തന്നെ ഇപ്പോൾ സെറ്റായിക്കോളും. ആദ്യം നമ്മൾ 2ാമത്തെ പാൽ ഒഴിച്ചു, ഇനിയിപ്പം 1ാം പാലോട് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. ആ സമയം കൊണ്ട് എന്നാൽ ചപ്പാത്തിയുടെ ഫൈൻ ഫോം, എൻ്റെ ചപ്പാത്തിയുടെ ഫൈൻ ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിൻ്റെ മാപ്പ് പോലെയൊക്കെ ഇരിക്കും. എനിക്ക് ഈ ചപ്പാത്തി മടക്കി പരത്തുമ്പോൾ ഉണ്ടല്ലോ, പണ്ടാണെങ്കിൽ ഇതിലും വികൃത രൂപങ്ങളായിരുന്നു. ഇപ്പം ഏതാണ്ടൊക്കെ വലിയ കുഴപ്പമില്ലാതെ ത്രികോണ എന്നൊക്കെ വരും. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ്. എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഓരോന്നൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കുമായിരുന്നു, ചപ്പാത്തിയുടെ ഷേപ്പല്ലല്ലോ കഴിക്കുന്നത്, ചപ്പാത്തിയല്ലേ കഴിക്കുന്നത്, പിന്നെ ഷേപ്പിനെ കുറിച്ച് ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കിച്ചണിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ആരെല്ലാം വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം സിദ്ധു ചപ്പാത്തി പരത്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വക പെർഫോമൻസസ് ഒക്കെ കാണും കേട്ടോ. ചപ്പാത്തിക്ക് ഉരുട്ടിനുള്ളി മുറിച്ചൊക്കെ ചിലപ്പോൾ കല്ലിലിട്ട് കളയും. ഇപ്പോൾ അവന് ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയയിലാണ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇരിക്കുക, അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ തനിയെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള പ്രഹസനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ത്രില്ല്, പിന്നെ പിള്ളേർക്ക് അത് എക്സ്പ്ലോർ ചെയ്യുന്നത് ഇഷ്ടമല്ല, നമുക്കും പണ്ട് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് ബ്രേക്ക് ചെയ്യാൻ പോയില്ല.
അങ്ങനെ അവൻ തന്നെ പരത്തി ചുട്ടെടുത്ത് ചപ്പാത്തി ആട്ടോ അവൻ കഴിക്കുന്നത്. എനിക്ക് കഴിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം. നേരത്തെ മൊബൈലിൽ എന്തെങ്കിലും കാണാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവീസ് എന്തെങ്കിലും വെക്കുമായിരുന്നു. ഇപ്പം ടി വിയിൽ എന്തെങ്കിലും യൂട്യൂബിൽ പഴയ ഏതെങ്കിലും മൂവീസ് വെച്ചതിന് ശേഷം കഴിക്കാനിരിക്കും. അതൊരു നല്ല ഹാബിറ്റ് അല്ലെന്നറിയാം. എന്നിരുന്നാലും എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പം എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വെച്ചു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും നന്നായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.